സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. അപ്പോൾ ഈ പിസ്സക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇവിടെ പിസ്സ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പിസ്സയുടെ ബേസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദയിലേക്ക് വേണ്ടത് 3/4 കപ്പ് ഇളം ചൂടുവെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആദ്യം നമ്മൾ ഈ ഈസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം മാവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളം യൂസ് ചെയ്യണത് ഈസ്റ്റ് എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യണത് അതിനൊക്കെ നമുക്ക് ഇളം ചൂടുവെള്ളം വേണം. അപ്പോൾ ഇത് ആക്റ്റീവ് ആകുക ഇളം ചൂടുവെള്ളത്തിൽ മാത്രമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇളം ചൂടുവെള്ളം തന്നെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണാണിത്. 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മതി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ വെള്ളം അധികമായി തോന്നും. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് മുഴുവനായി കുഴച്ചെടുത്തിട്ട് ഇത് പൊന്താൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. പൊന്തി വന്നതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായി പൊന്തി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ബേസിൻ്റെ ബാക്കി പണി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നത് ഇത് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നനഞ്ഞ തുണി കവർ ചെയ്ത് വെച്ചാൽ ഡ്രൈ ആവാതെ നോക്കും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് തുറന്നിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം ഇത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു തവയിൽ വെച്ചിട്ട് നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തിട്ട് ഇത് പരത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി പരത്തി കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. വേവിക്കുന്ന സമയത്ത് മാവ് അധികം പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തായിട്ടൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ നമ്മൾ ഒരു സൈഡ് കൂടുതൽ വേവിച്ചെടുക്കണം. അതുപോലെ മറ്റേ സൈഡ് അത്ര വേവ് വേണ്ട. കാരണം നമ്മൾ പിസ്സ കുക്ക് ചെയ്യുന്ന സമയത്ത് വേവാത്ത സൈഡ് വെന്ത് വരും. ഇനി നമ്മളിവിടെ 2ാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകൾ ഭാഗം കൂടുതൽ വെന്തിട്ടുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാകും. അതുപോലെ താഴ്ഭാഗം അത്ര വേവില്ല. ഇനി നമ്മൾ മുകൾ ഭാഗത്താണ് പിസ്സയുടെ സെക്കൻഡ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ പിസ്സ ലെയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് കെച്ചപ്പാണ്. ഈ കെച്ചപ്പ് ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻസിലുള്ളതാണ് പിസ്സ സോസും ചീസും. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് സോസ് എടുത്തിട്ട് അത് എല്ലാ ഭാഗത്തായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. കംപ്ലീറ്റ് ആ ബേസ് കവർ ചെയ്യുന്നത് വരെ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. വളരെ ടേസ്റ്റിയാണ് കെച്ചപ്പ്. വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൊസറല്ല ചീസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചീസും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത്. പിസ്സ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാതും ഹോം മെയ്ഡായിട്ട് വേണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ആദ്യം ഒരു ചീസ് ഒരു ലെയറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ക്യാപ്സിക്കം ആദ്യം ഇട്ട് കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് മതി, ഒന്നും അധികം വേണമെന്നില്ല. ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാളയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം പിസ്സക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പച്ചക്കറികൾ അധികം ചേർത്ത് കൊടുക്കാതിരിക്കണം നല്ലത്. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ചെറിയ പീസുകളാക്കി ബോൺലെസ് പീസുകളാക്കിയിട്ട് സോയാ സോസിൽ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒലീവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ലെയർ ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസിനൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ സക്സസ് ആയി. അപ്പോൾ പിസ്സ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അത് കാരണം ഞങ്ങൾ പിസ്സയ്ക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചീസ് ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സാധാ കടായി പാനിൽ തന്നെയാണ് ഞാൻ പിസ്സ കുക്ക് ചെയ്തെടുക്കുന്നത്. പാന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പാനിൻ്റെ നടുഭാഗത്തായി നമുക്ക് പിസ്സ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ പ്ലേറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാൻഡ് നമുക്ക് നടുവിൽ വെച്ച് കൊടുത്തിട്ട് പിസ്സ അതിൻ്റെ മുകളിലായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ മുകളിലായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ചീസ് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ട് വേണം നമ്മുടെ പിസ്സ ഓക്കെ ആവാൻ. അപ്പം നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ പിസ്സ റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീസ് നന്നായി മെൽറ്റായി വരണം. അതുപോലെ തന്നെ നമ്മുടെ ബേസ് ലെയറിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് വരും വേണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിസ്സ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളുമാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് അറിയിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.